ഹായ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ? അപ്പോൾ നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ വലിയൊരു കുക്കൊന്നുമല്ല, അത്യാവശ്യം ചെറിയ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോയാലോ? ചിക്കൻ വയ്ക്കാനും ബിരിയാണിയിലേക്ക് വറുത്ത് കോരിടാനും വേണ്ടി 5 മീഡിയം സവാള എടുക്കുക. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഇല്ലാണ്ട് ഒന്ന് പിഴിഞ്ഞ് എടുത്ത് വെച്ചേക്കുന്ന ചിക്കനാണ് കേട്ടോ. അതിലേക്ക് ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് സാധാ മുളക് പൊടിയാണ്, വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത സാധാ മുളക് പൊടിയാണ്, അല്ലാതെ കാശ്മീരി ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗരം മസാല വീട്ടിൽ തന്നെ അമ്മ തയ്യാറാക്കിയതാണ് ഈ ഗരം മസാല. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മേടിക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ വീട്ടിലതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതും കൂടെ 2 സ്പൂണും കൂടെ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് 2 സ്പൂൺ നീരും കൂടെ കൊടുക്കുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ ഇറച്ചി ഒന്ന് കട്ടിയാവും, അല്ലെങ്കിൽ നമ്മൾ വേവിക്കുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഈ മസാലകൾ പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോ അടച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്ത് വേവിക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. പക്ഷേ ഞാനിത് പുറത്ത് വെച്ചാണ് വെക്കുന്നത്. ഒരു 3/4 മണിക്കൂറോളം ഞാൻ പുറത്ത് ഇങ്ങനെ അടച്ചു വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ചിക്കൻ വേവിക്കാനായിട്ട് എടുത്തത്. ഇപ്പം മസാലകളെല്ലാം പിടിച്ച് സെറ്റായിട്ടിരിക്കും. അപ്പോൾ അതുപോലെ ചെയ്യുക. ഞാനിത് പുറത്ത് വെച്ചിട്ടുണ്ട് അരമണിക്കൂർ 3/4 മണിക്കൂർ. ഞാൻ ബിരിയാണിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒരേപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വലുതും ചെറുതായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് കിട്ടത്തില്ല. അപ്പോൾ ഇതേപോലെ വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ ഇതിന് വേണ്ടി സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഓയിലിട്ടിട്ടാണ് ഞാൻ ഈ ഉള്ളി വറുത്ത് കോരിയെടുത്തത് കേട്ടോ. ഇതുപോലെ ബ്രൗൺ കളറായിരിക്കണം. ഇതുപോലെ ഇങ്ങനെ തുറുതുറായിരിക്കണം കേട്ടോ. എണ്ണ കയ്യിൽ പറ്റാൻ പാടില്ല. അപ്പം ഇതുപോലെയാണ് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ വറുത്ത് കോരിയെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്ത അരി കൈമ റൈസാണ് കേട്ടോ. കുഞ്ഞരിയാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ കൈമയുടെ റൈസാണ് വാങ്ങിച്ചിരിക്കുന്നത്. 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഒരു 30 മിനിറ്റ് കുതിർക്കാൻ വെക്കണം കേട്ടോ. അതിനുശേഷം ഒന്ന് ഊറ്റി വെക്കണം, ഒന്ന് ഡ്രൈ ആയി കിട്ടണം അരി. നമുക്കിനി ചിക്കൻ ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ഒരു ഉള്ളി വഴറ്റി വെച്ച എണ്ണ ബാലൻസ് ഉണ്ടല്ലോ, ആ എണ്ണ എടുക്കാം. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വെക്കണേ, ബിരിയാണിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കിസ്മിസും കൂടെ ഇടേണ്ടതുണ്ട്, പക്ഷേ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കിസ്മിസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് 3-4 ഏലക്കായും 3-4 ഗ്രാമ്പൂവും ഇച്ചിരി പട്ടയും ഒരു ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ടുകൊണ്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം സവാള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ആ 2 സവാള എടുത്ത് നന്നായിട്ട് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വളക്കിയതിന് ശേഷം ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം ഒരു തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം, ആവശ്യമില്ലാത്തവർക്ക് ഇടുകയും വേണ്ട. പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു തക്കാളിക്ക് ഇട്ട് കൊടുക്കും. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴണ്ടതിന് ശേഷം നമ്മൾ നേരത്തെ അടച്ചു വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതെടുത്തൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം അതും കൂടെ ഒന്ന് മിക്സാക്കി നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിലേക്ക് വേവുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം, നന്നായിട്ട് തിളച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ പച്ച മണമായിരിക്കും. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ പച്ച മണം പോകും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വേവിക്കാൻ വേണ്ടി അടച്ച് മാറ്റുക. 10-12 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമുക്കൊന്ന് ചോറ് തയ്യാറാക്കിയാലോ. അപ്പോൾ 3 ഗ്ലാസ് അരിയിൽ ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2 കപ്പ് വെള്ളം മതി കേട്ടോ. അതിലേക്ക് 2-3 പട്ടയും 2-3 ഗ്രാമ്പൂവും 2-3 ഏലക്കായും ഒരു ഇലയും ഇട്ട് കൊടുക്കുക. ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം, എങ്കിലേ ആ മണം വരുള്ളൂ. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അതിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കണം. നാരങ്ങാനീര് ചോറൊന്ന് തുറുതുറായിരിക്കാനും ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ ചിലർ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം.
തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ അതെടുത്ത് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളയ്ക്കുന്നത് വരെ വേവിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സിമ്മിലാക്കണം. സിമ്മിലാക്കിയതിന് ശേഷം വറ്റിച്ച് വേണം ഈ ചോറ് എടുക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് കോരി നോക്കണം കേട്ടോ. ഒന്ന് 75% വെന്താൽ മതി കേട്ടോ. നന്നായിട്ട് വേവേണ്ട കാര്യമില്ല, എങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അരി എന്തായാലും ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് കോരി നോക്കണം കേട്ടോ. കുറച്ച് വേവ് മതിയേ, 75% മതി കേട്ടോ. അത് ഒന്ന് നോക്കിക്കൊള്ളണം, ഒരുപാട് വെന്ത് പോരുതേ, ശ്രദ്ധിച്ചോളുക. ഓക്കെ. അരി വേവിക്കുന്ന സമയം കൊണ്ട് ചിക്കനും കൂടെ ഒന്ന് നോക്കിക്കോളണം. ചിക്കനിലെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, അതിന് ഇച്ചിരി ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നല്ല ഗ്രേവി എല്ലാമായി നന്നായിട്ട് സെറ്റായിട്ടിരിക്കും കേട്ടോ. ഒന്ന് നോക്കിക്കൊള്ളണം ഇടയ്ക്കിടയ്ക്ക്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്താലോ. അതിന് വേണ്ടി ഒരു ചെമ്പെടുക്കാം. ചെമ്പിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഞാൻ പുതിനയില ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി പുതിനയില ഇട്ട് കൊടുത്തോളൂ. എന്നിട്ട് ചോറിട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ച് 10 മിനിറ്റ് ഒന്ന് ദം ചെയ്യണം. ദം ചെയ്തതിന് ശേഷം തണുത്തിട്ട് ഒന്ന് വിളമ്പി കഴിച്ചു നോക്കേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഇച്ചിരി സലാഡും അച്ചാറും ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് കഴിച്ച് നോക്കിയിട്ട് കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.